ശമരിയക്കാരി യേശു കർത്താവിനോട് ചോദിക്കുകയാണ്, നീ നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ? അവന്റെ ഉറവാണിത്, ഈ ഉറവിൽ നിന്നാണ് ഞങ്ങൾ കുടിക്കുന്നത്. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവനെ പിന്നെയും ദാഹിക്കും. നീ ഇപ്പൊ 5 കല്യാണം കഴിച്ചു, ഇപ്പൊ കല്യാണം കഴിക്കാതെ ഒരുത്തനുണ്ട്. ദാഹം കൂടിയോ ദാഹം കുറഞ്ഞോ? എന്റെ കയ്യിലൊരു വെള്ളമുണ്ട്, ആ വെള്ളം ഞാൻ തരാം. ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ, നിങ്ങൾ സഭായോഗങ്ങളിൽ കർത്താവിനെ വാഴ്ത്തുക. യാക്കോബ് ഇസ്രായേൽ ആയതുപോലെ നിനക്കൊരു ചേഞ്ച് വരണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ ഭർത്താവിനെ വിളിച്ചോണ്ട് പോവാ. ഭർത്താവില്ല എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ വിഷയം മാറ്റുന്നത് ശ്രദ്ധിച്ചു. ആരാധനാ വിഷയത്തിലാണ്. കർത്താവ് അതിനെ വിലക്കുന്നില്ല. കർത്താവ് ശരിയാണ്, ഇത് ആത്മീയ വിഷയമാണ്, ഇത് ആത്മീയ വെള്ളമാണ്. ദൈവം ആത്മാവാണ്. ആത്മാവായ അവൻ നിന്റെ ആത്മാവിലൊന്ന് കത്തും. എമ്മാവുസിലേക്ക് വൈശ്യന്മാരുടെ ഉള്ളിൽ കത്തിയ പോലൊന്ന് കത്തും. പിന്നെ ആത്മാവ് നിന്റെ ചെവിയുടെ വിശപ്പ്, കണ്ണിന്റെ, കാലിന്റെ, കൈയുടെ. യാക്കോബിന്റെ ഉറവിലാണെങ്കിലോ ന്യായപ്രമാണം മോശയുടെ വന്നപ്പോ പാപം പെരുകി. ഉറവ് മാറിയാലോ പാപം പെരുകിയെടുത്ത് കൃപ അധികം.